إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് വിശുദ്ധ ഖുർആന്റെ മാസമാണ്, അത് ദാനധർമ്മങ്ങളുടെ മാസമാണ്. അങ്ങനെ പല വിഷയങ്ങളും. ആ കൂട്ടത്തിൽ അത് ജിഹാദിന്റെ മാസമാണ്. റമദാനിൽ പല പ്രസിദ്ധമായ ജിഹാദുകളും നടന്നിട്ടുണ്ട്. മക്ക വിജയം ഉണ്ടാകുന്നത് അതൊരു വലിയ സംഭവമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത് റമദാനിലാണ് സംഭവിക്കണം. ഇതുപോലെ ബദർ യുദ്ധം നടന്നത് ഇന്ന് റമദാൻ 16 റമദാൻ 17 സംഭവിച്ച ഒരു വലിയ സംഭവം. ഖുർആൻ അതിനെപ്പറ്റി യൗമുൽ ഫുർഖാൻ എന്നാണ് പറഞ്ഞത്. സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ബദർ യുദ്ധത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റമദാനിൽ ഈ ജിഹാദിനെ പറ്റിയൊക്കെ ലേശം സൂചിപ്പിക്കലുണ്ടല്ലോ. എന്തിനാ? അത് നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാനൊക്കെ, നമ്മൾ എവിടെ നിൽക്കുന്നു ദീനി നിലവാരത്തിൽ, നമ്മൾ എവിടെ എന്നൊക്കെ നോക്കാനൊക്കെ അത് പറ്റും. അപ്പോൾ റമദാനിൽ നടന്നൊരു മഹാസംഭവം ബദർ യുദ്ധം. അതിനെപ്പറ്റി ആദ്യ ചരിത്രം 1-2 വാചകത്തിൽ ഞാൻ പറയാം. മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക്. അപ്പം മുസ്ലിങ്ങളെ സ്വത്തൊക്കെ അവിടെയുള്ള ഖുറൈശികൾ കണ്ടുകെട്ടി. മാത്രമല്ല, അതൊക്കെ അവരെടുക്കുക മാത്രമല്ല, അതവർ കച്ചവടത്തിന് ഇറക്കുന്നു, ബിസിനസ്സിന് ഇറക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവർ കച്ചവടത്തിന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് പോയി. ഈ വിവരം നബി തിരുമേനിക്ക് കിട്ടി. അപ്പോൾ അബൂ സുഫിയാൻ അവിടുന്ന് ഇങ്ങനെ മടങ്ങുമ്പോൾ നമുക്ക് നേരിടണം എന്ന് സഹാബികളോട് പറഞ്ഞു. അത് 700 ഒട്ടകം, അതിൻ്റെ മുകളിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ 50,000 ദീനാർ വലിയ സ്വത്ത് വെച്ചാണ് അവർ മടങ്ങി ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ സ്വത്ത് നമുക്കെതിരെ അവർ ഉപയോഗിക്കില്ല, അത് നമുക്ക് തടുത്തു വെക്കണം. അപ്പോൾ അവരുടെ കൂടെ 40-70 ആളെ മാത്രമേ ഉള്ളൂ അബൂ സുഫിയാന്റെ കൂടെ. അതുകൊണ്ട് അതിനെ നേരിടാൻ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ആരും കാര്യമായിട്ട് അത്ര ഗൗരവത്തിലെടുത്തില്ല. അപ്പുള്ളവരൊക്കെ നബിന്റെ കൂടെ ഞങ്ങളുണ്ട് പറഞ്ഞു പോയി. ഒരു യാത്രക്കാരൻ കരുതുന്ന ആയുധങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ 313 ആൾക്കാർ അങ്ങനെ പോയതാണ്. എന്നാൽ അബൂ സുഫിയാന് ഈ വിവരം അറിഞ്ഞു, നബിയും കൂട്ടരും നമ്മുടെ നേരെ വരുന്നുണ്ട്. അപ്പൊ അയാള് ലംലംബിന് അംറുബിൻ ഗിഫാരി എന്നുള്ള ആളെ പൈസ കൊടുത്തിട്ട്, നല്ല പൈസ കൊടുത്തിട്ട് അടിയന്തരമായി പോകണം. അയാൾ കുതിരപ്പുറത്ത് അമിത വേഗതയിൽ പോയി ഖുറൈശികളെ ഇവരറിയിക്കുകയാണ്. അയാൾ നല്ല നിലക്കത് അവതരിപ്പിച്ചു.
ഉള്ള വാചകം വളരെ ചുരുക്കിയുള്ള വാചകം. യാ മാശറ ഖുറൈശ്, ഖുറൈശികളെ, അല്ലത്തീമ, സഹായം സഹായം. എന്തായി പറയണത്? വലിയ സഹായം വേണമെന്നാ പറയണത്. അംവാലുക്കും അബി സുഫിയാൻ, നിങ്ങളെ ധനമൊക്കെ അബൂ സുഫിയാന്റെ കൂടെ ആയിരുന്നല്ലോ, അതറിയാമല്ലോ. എന്നാ കത് അറവലഹ മുഹമ്മദുൻ വസ്സഹാബു, എന്നാലേ അത് പിടിക്കാൻ മുഹമ്മദും കൂട്ടരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലാ അറാൻ തുതിരിക്കുക, ഇനി തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അതവർ കൊണ്ടുപോകും. അതുകൊണ്ട് അൽ ഗൗസ്, സഹായം സഹായം. ഇതാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അതോടുകൂടി അവരാകെ ഇളകി വശായി, മക്കയിലെ ഖുറൈശികളൊക്കെ. ഇനി വിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് ഒരുങ്ങാവുന്ന പരമാവധി അവരൊരുങ്ങി. 1000-ഓളം ആൾക്കാർ റെഡിയായി. ഇവിടെ പുറത്ത് 313 ഉള്ളൂ. 70 ഒട്ടകങ്ങൾ, മുസ്ലിങ്ങളുടെ അടുത്ത് ആകെ 70 ഒട്ടകങ്ങളോടും. അതുപോലെ 100 കുതിരകൾ. മുസ്ലിങ്ങളുടെ അടുത്ത് 2 കുതിരയാണുള്ളത്, ഇല്ലാന്നും പറയുന്നുണ്ട്. ഇതുപോലെ അവർക്ക് 600 പടയങ്കി. മുസ്ലിങ്ങൾക്ക് ഇതുണ്ടാവില്ല എന്നൊക്കെ തർക്കത്തിലുള്ള വിഷയമാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണെങ്കിൽ അബൂ സുഫിയാന്റെ ഒട്ടക സംഘം പോവുകയും ചെയ്തു. മുസ്ലിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവരെന്ത് വിചാരിച്ച വന്ന അബൂ സുഫിയാന്റെ ഒട്ടക സംഘത്തെ പിടികൂടാൻ നിഷ്പ്രയാസം പറ്റും, കുറച്ചാളിലുള്ളൂ. പക്ഷെ അവര് രക്ഷപ്പെട്ടും ചെയ്തു. ഇപ്പൊ നമ്മളെ നേരിടാൻ ഒരു മഹാസൈന്യം, പിന്നെ ഖുറൈശികള്, അബൂജഹലും കൂട്ടരും എല്ലാ ഒരുക്കങ്ങളുമായി വലിയ യുദ്ധപേരി മുഴക്കി വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പൊ നബി എന്താ ചെയ്യുക? നബി സ്ഥിരം ചെയ്യണം, കൂടിയാലോചിക്കും. കൂടുള്ളവർ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്, എന്ത് ചെയ്യും? നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് ഒക്കെ നബിന്റെ കൂടിയാലോചന. നബിക്ക് അവരോട് കൂടിയാലോചിക്കേണ്ടില്ലെങ്കിലും ഇത് വലിയൊരു പാഠം പിൽക്കാലത്തുള്ള നേതാക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും വിശ്വാസത്തിലെടുക്കുക, എല്ലാവരും അഭിപ്രായം മാനിക്കുക. അപ്പൊ നബി ഇങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ അബൂ സിദ്ദീഖ് ഉമർ ഖത്താബ് പറഞ്ഞു, എന്താ ഇപ്പൊ ചോദിക്കുക, നിങ്ങളെന്താ പറയണത്? അത് തന്നെ, ഞങ്ങൾക്ക് വേറൊന്നുമില്ല. ആ കൂട്ടത്തിൽ മിഖ്ദാദ് ബിൻ അംർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നിങ്ങളെന്താ ഹിംലിമാറാ, എന്താ അള്ളാഹ് പറയണേ, അതിനനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി. അപ്പൊ ഞാനുമാകെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ മുമ്പ് മൂസാ നബിനോട് ഇസ്രായേലിൽ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തിന് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, അതുപോലെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നിങ്ങൾ എവിടെയാണ് അവിടെയൊക്കെ ഞങ്ങളുണ്ട്. അപ്പൊ മുഹാജിറുകളൊക്കെ വളരെ ക്ലിയറാണ്, ഒക്കെ റെഡിയാണ്, മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോഴും നബി അഷീറു അലയ്യ അയ്യുന്നസ്, മനുഷ്യന്മാരെ അഭിപ്രായം പറ. അഭിപ്രായമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും പറയാ പറ. അപ്പൊ അൻസാറുകളുടെ നേതാവിന് പിടികിട്ടി. നബി എന്താ ഉദ്ദേശിക്കുന്നത്? നബി നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ അഭിപ്രായം കൂടി നബിക്ക് കിട്ടണം. അപ്പം സഅദ് ബിൻ മുആദ് അൻസാറി നേതാവ് പറഞ്ഞു, നബി ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ? അഭിപ്രായം പറയൂ ഇങ്ങനെ പറയണേ. നബി പറഞ്ഞു, അജൽ, അതെ, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പം സഅദ് അവരെ പ്രതിനിധീകരിച്ചിട്ട്, അൻസാറുകളെ പ്രതിനിധീകരിച്ചിട്ട് പറയാണ്, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചു, ആമന്നാ ബിക വസദ്ദഖ്നാക, നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തി. നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അത് തന്നെയാണ് സത്യം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു. നിങ്ങളോട് മുമ്പ് തന്നെ ഞങ്ങൾ കരാർ ചെയ്തതാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്തിനാ അങ്ങനെയൊന്നും പറയേണ്ട കാര്യം? അതുകൊണ്ട് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളിപ്പോ കടൽ ചാടാൻ പറഞ്ഞ ഞങ്ങൾ റെഡിയാണ്. അപ്പൊ ഇവരുടെ മനസ്സ് കണ്ടോ, അവരുടെ അച്ചടക്കം, നേതൃത്വം, എന്ത് പറയുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞ ആ യുദ്ധം അവിടെ നടന്നല്ലോ, ബദർ യുദ്ധം. അതിന്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ വിജയിച്ചു. ഭൗതികമായി എന്തൊക്കെ അളവുകൾ നമ്മൾ വെച്ചാലും മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ ജയിക്കാൻ പാടില്ല. കാരണം യാതൊരു താരതമ്യമില്ല, 313 1000-ഓളം ആൾക്കാരും തമ്മിലാണ് യുദ്ധം. പിന്നെ വാഹനങ്ങളുടെ വിഷയം, മറ്റായുധങ്ങളും വേറുള്ള സൗകര്യങ്ങളും നോക്കുമ്പോൾ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അപ്പൊ എന്താ വിജയിച്ചത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് അൻഫാൽ എടുത്താൽ കാണാൻ കഴിയും. എന്താ വിജയിക്കാൻ കാരണം? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, വിജയം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്. ബദർ യുദ്ധത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പറയണത്. അതുപോലെ ഫലം തഖ്തുലുഹും, നിങ്ങളല്ല അവരെ കൊന്നത്. എത്രയാ കൊന്നെന്നറിയോ? 70 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. 70 ആൾക്കാരെ ബന്ധിച്ചിട്ടുണ്ട് ശത്രുക്കളുടെ ഭാഗത്ത്. ബാക്കിയുള്ള ആൾക്കാരെ മക്കയിലേക്കാണ് പറത്തി വിടുക ചെയ്ത്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രൂപം. അങ്ങനെയുള്ള
ഒരു പരാജയമാണ് അബൂജാലും കൂട്ടരൊക്കെ മരിച്ചും ചെയ്തു. ഒരു പ്രധാനികളൊക്കെ കൊല്ലപ്പെട്ടു. അബൂജാൽ, ഉത്ബത്ത്, ഷൈബത്ത് തുടങ്ങിയൊക്കെ മരിക്കുകയും ചെയ്തു. അപ്പൊ എന്തേ ഇത്? അതാ ഖുർആൻ പറയാം, ഫലം തഖ്തുലൂഹും, നിങ്ങളല്ല അവരെ കൊന്നത്, വലാകിന്നല്ലാഹ ഖത്തലൂഹും, അള്ളാഹുവാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇടപെട്ടതാണ്. ഇങ്ങനെ തുടങ്ങി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തത്, മലക്കുകൾ ഇറക്കി കൊടുത്തതൊക്കെ ഇങ്ങനെ ആ സൂറത്തിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഈ സഹായത്തിന് അവർ അർഹരായിരുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാൽ. എന്തിനാ ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ റബ്ബ് സഹായിച്ചത്? ആ സഹായത്തിന് അവർ 100% അർഹരാണ്. അങ്ങനെയുള്ളവർക്ക് ഭൗതികമായി എന്തൊക്കെ കുറവുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹ് പരിഹരിച്ചു കൊടുക്കും. പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വിജയം അള്ളാഹ് കൊടുക്കും. അപ്പൊ അവരുടെ യോഗ്യതയെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് തുടക്കത്തിൽ ഓതി. അത് വേറെ വിഷയം, ഓതി യുദ്ധവുമായി ബന്ധിപ്പിച്ച വിഷയത്തിലാണ് പറയണത്. എപ്പോഴും മുസ്ലിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവും എന്ന് പറയാൻ. അതാ വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ, മുമ്പ് ബദറിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ സഹായിച്ചു, അള്ളാഹ് സഹായിച്ചു. വാൻതും അതിൽ അന്ന് നിങ്ങൾ വളരെ ദുർബലരായിരുന്നു. ശത്രുക്കളുടെ മറ്റുള്ള എല്ലാം നോക്കുമ്പോൾ നിങ്ങൾ വളരെ താഴെയാണ്. എന്നിട്ട് നിങ്ങളെ അള്ളാഹ് എന്ത് ചെയ്തു? ബദറിൽ വിജയിച്ചു. അതുകൊണ്ട് ഫത്തഖുല്ലാ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ കൈവിടരുത്. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകും. അവരാകെ തഖ്വ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹിനോട് നന്ദി കാണിച്ചു. അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കാത്തവനാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? അപ്പൊ എന്താ തഖ്വ? റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കലല്ലേ. അള്ളാഹ് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് ജീവിതത്തിൽ പകർത്തലും, എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കലുമാണല്ലോ. അപ്പൊ അതിൽ ഒന്നാമത്തെ തൗഹീദല്ലേ, തൗഹീദ്. മക്കയിലെ മുശ്രിക്കുകളും അള്ളാഹിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ബദറിന് പുറപ്പെടുമ്പോൾ തന്നെ അവരുടെ നേതാവ് അബൂജഹൽ കഅബയുടെ വിരി പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹു മുൻസുർ അലൽ ജുന്ദൈൻ, അള്ളാഹു ഏറ്റവും നല്ല സൈന്യത്തെ വിജയിപ്പിക്കണേ. അപ്പൊ അവരെ ഉഷാർ വിചാരിച്ച് നിൽക്കണമുണ്ട്. വഅലൽ ഖബീലത്തൈൻ വഖൈറൽ ഖബീലത്ത്, ഏറ്റവും നല്ല ഗോത്രത്തിനെ വിജയിപ്പിക്കണം എന്ന അബൂജഹൽ, അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഖിബിലയിൽ പോയിട്ടാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കണത്. ഇപ്പുറത്തെ മുഹമ്മദ് നബി ബദറിന് അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഇപ്പൊ രണ്ടു കൂട്ടർക്കും പ്രശ്നം? രണ്ടു കൂട്ടരും അള്ളാഹുവിൽ നന്നായി വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താ വിഷയം എന്ന് പറയും? വിഷയം ഇതന്നെയാണ്, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അതാ വിഷയം. മുസ്ലിങ്ങൾ അള്ളാഹിനോക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നു, അള്ളാഹിനോട് മാത്രം സഹായം തേടുന്നു. എന്നാൽ ഇവരോ മരിച്ചവരോടും അതുപോലെ ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഇബ്രാഹിം നബിയോടും വിഗ്രഹങ്ങളോടും ലാത്തയോടും ഉസ്സയോടും ഒക്കെ സഹായം തേടുന്നു. മുസ്ലിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കുന്നു, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവരോ അള്ളാഹ്ക്കും ഇബാദത്ത് കൊടുക്കും, അള്ളാഹിനോടും പ്രാർത്ഥിക്കും, സൃഷ്ടികളോടും പ്രാർത്ഥിക്കും, സൃഷ്ടികൾക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിക്കും. അതാ വ്യത്യാസം. വിശ്വാസമില്ലാത്തതല്ല പ്രശ്നം, വിശ്വാസത്തിൽ ശിർക്ക് വരുന്ന. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്ക് എന്നാണ്. അപ്പൊ അള്ളാഹ്ക്കുണ്ട് സൃഷ്ടികൾക്കുണ്ട്, അത് ശിർക്ക്. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടത് സൃഷ്ടികൾക്ക് കൊടുക്കുക, അതാണ് പ്രശ്നം. അതാണ് പോലെ അടിസ്ഥാനപരമായ ഒരു തകരാറ് മക്കയിലെ ഖുറൈശികൾ. എന്നാൽ അടിസ്ഥാനപരമായ മുസ്ലിങ്ങളുടെ ഒരു സവിശേഷത അവരുടെ ഈ തൗഹീദും അവരുടെ ഈ ഇഖ്ലാസും. എന്താണോ റബ്ബ് പറഞ്ഞത് അതാണ് അവർക്ക്, അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് അവര്. അപ്പൊ ഇവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കണം, നമ്മളെവിടെ ഈ വിഷയത്തിൽ, നമ്മളെവിടെ, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച അതിന്റെ മൂല്യങ്ങളും അതിന്റെ ആദർശങ്ങളും ആ വിഷയത്തിൽ നമ്മളെവിടെ. ഓരോ ബദറും ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ നമ്മളുമായി ഒന്ന് തട്ടിച്ചു നോക്കണം എന്നതുകൊണ്ടാണ്. ഈ ഒരു പോരിശ പ്രത്യേകത മുസ്ലിങ്ങൾക്ക് പിന്നെ സഹാബിയുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളിലൊക്കെ അവർ വിജയിക്കാനുള്ള കാരണം ഇതാണ്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. റോമിലെ ചക്രവർത്തി ഹിർക്കൽ രാജാവ് അവരുടെ പട്ടാളങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തെങ്ങനെ തോറ്റു വരുന്നേ, നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന തോറ്റു പോരുന്നു. അപ്പൊ അവരൊരുപാടുണ്ടോ, ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കുറേ ഉണ്ടോ, അവരാണോ അധികം? അവർ പറഞ്ഞു അവരധികമൊന്നുമില്ല, അവർ നമ്മളെക്കാൾ കുറവാണ്. പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ തോൽക്കണേ? അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ഇരുത്തം വന്ന ഷെയ്ഖ് അയാളിങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്, മുസ്ലിങ്ങൾ എന്താ അങ്ങനെ ജയിക്കണം, അയാളിങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്. അയാളിന് മറുപടി കൊടുക്കുകയാണ് ഹിർക്കൽ ചക്രവർത്തിക്ക്. എന്താണെന്നറിയോ, നമ്മൾ തോൽക്കാനുള്ള കാരണം മിൻ അജലി അന്നഹും യഖൂമൂനൽ ലൈൽ, അവർ മുസ്ലിങ്ങൾ രാത്രി നമസ്കരിക്കുന്നു, വയസൂമുനൻ നഹർ, പകൽ നോമ്പെടുക്കുന്നു, വയൂഫൂന ബിൽ അഹദ്, അവർ കരാർ പാലിക്കുന്നു, വയമുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കുന്നു,
വമിൻ അജ്ലി അന്നാ നശ്റബുൽ ഖംർ, പിന്നെ നമ്മൾ മദ്യപിക്കുന്നു, നമ്മുടെ പ്രത്യേകതയാണിത്. വനസിനി, നമ്മൾ വ്യഭിചരിക്കുന്നു. വനർക്കബുൽ ഹറാം, മറ്റുള്ള തിന്മകൾ ചെയ്യുന്നു. വനൻഖുദുൽ അഹദ്, കരാർ നമ്മൾ ലംഘിക്കുന്നു. വനുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. അതിങ്ങനെ എണ്ണി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹിർക്കൽ ചക്രവർത്തി ദേഷ്യപ്പെടുന്നല്ലോ ചെയ്തത്. നിങ്ങളീ പറഞ്ഞ ശരിയാണെങ്കിൽ ഞാൻ ഈ നിൽക്കണ സ്ഥലവും ഈ മുസ്ലിങ്ങൾ അധീനമാക്കി ഇതൊക്കെ അവർ അടിച്ചുകൂട്ടി കൊണ്ടുപോകും, എനിക്ക് ഉറപ്പാണ്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ മുസ്ലിങ്ങൾ അവരുടെ എണ്ണത്തിലും മറ്റുള്ള സൗകര്യങ്ങളിലൊന്നും അധികം ഉണ്ടായിട്ടല്ല അവർക്ക് അള്ളങ്ങനെ വിജയം കൊടുത്തത്. അവരുടെ ഈ സ്വഭാവം കൊണ്ട്. അപ്പൊ ഈ ബദർ യുദ്ധത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, അവരുടെ അച്ചടക്കവും കാര്യം, അവരെന്താണോ ഇസ്ലാം പറയണത് അതിങ്ങനെ ജീവിതത്തിൽ പകർത്തുന്നതും, അതുപോലെ അതിലവരെ കരാർ പാലനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. മുസ്ലിങ്ങളുടെ കരാർ പാലനമൊക്കെ അന്നേ അറിയപ്പെട്ടതാണ്. മുസ്ലിങ്ങളെ പറ്റി നല്ലൊരു മതിപ്പ് ശത്രുക്കൾ പ്രകടിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഇന്ന് ശത്രുക്കൾ നമ്മളെ പറ്റി എന്തായിരിക്കും ഈ അഭിപ്രായം? നമുക്കൊന്ന് ആലോചിക്കാലോ. ഇന്ന് മുസ്ലിങ്ങളെ പറ്റി ഇസ്ലാമിന്റെ എതിരാളികൾക്ക് എന്തായിരിക്കും അഭിപ്രായം? അന്ന് മുസ്ലിങ്ങളെ പറ്റി എതിരാളികൾ പറഞ്ഞ വാചകാണ് ഹിർക്കൽ ചക്രവർത്തിയോട് അവരുടെ ഒരു പട്ടാളക്കാരൻ ഇവിടെ രേഖപ്പെടുത്തിയത്. ബദർ യുദ്ധത്തിൽ തന്നെ ഒരു രംഗം എന്താണെന്നറിയോ? ഹുദൈഫത്ത് ബിൻ യമാനും അദ്ദേഹത്തിന്റെ പിതാവും ഏതോ വൈക്കുന്ന മദീനയിലേക്ക് ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഖുറൈശികൾ കണ്ടത്. അവർ വലിയ യുദ്ധപേരി മുഴക്കി വരികയാണല്ലോ ബദറിൽ പങ്കെടുക്കാൻ. അപ്പൊ ഇവര് പിടിച്ചു ഹുദൈഫയുടെ പിതാവിനെയും പിടിച്ചു. അവർ മുസ്ലിങ്ങളാണ്. നിങ്ങൾ എവിടുന്ന വരുന്നുണ്ട്? ഞങ്ങൾ എന്റെ സ്ഥലത്ത് നിന്ന് ഇവരാണ് മദീനയിൽ പോകുക. അല്ല, നിങ്ങൾ മുഹമ്മദിനെ സഹായിക്കാൻ പോകില്ല. അല്ല, അദ്ദേഹത്തിന് ഇവരെ തന്നെ അറിയില്ലായിരിക്കും. അപ്പൊ സത്യം ജയിച്ചു. മുഹമ്മദിനും കൂട്ടരും സഹായിക്കൂല എന്ന് സത്യം ചെയ്ത് കരാർ ചെയ്താൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരായിക്കോട്ടെ, ഞങ്ങൾ സഹായിക്കൂല, ഞങ്ങൾ മദീനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് കരാർ ചെയ്തു. അങ്ങനെ കുറച്ച് പോയപ്പോണ്ട് നബിയും സഹാബികളും ഇങ്ങനെ വരുന്നേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇവരാണ് യുദ്ധം മുസ്ലിങ്ങളെ സഹായിക്കുമ്പോൾ. അപ്പൊ നബിനോട് ഹുദൈഫ പറയണം, നബിയെ ഞങ്ങളെ ഖുറൈശികൾ പിടിച്ചു വെച്ചു, ഞങ്ങളോട് കരാർ ചെയ്യിച്ചു, നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. അപ്പൊ നബി പറയാ ഔഫിയ നെതർഹുമാ, നിങ്ങളെ കരാറ് പൂർത്തിയാക്കി നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ അള്ളാഹിനോട് സഹായം തേടും. ഈ നേരത്ത്, വളരെ ദുർബലമായ നേരത്ത് ഈ കരാറ് നോക്കണ്ടെന്നല്ല നബി പറയണേ. ഈ രംഗത്ത് പോലും ശത്രുക്കളോട് പോലും കരാറ് പാലിക്കുന്ന എല്ലാവിധ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു സമൂഹമായിരുന്നു മുസ്ലിം സമൂഹം. അവർക്ക് ആ ഇസ്സത്ത് കിട്ടണമെങ്കിൽ അതിലേക്ക് അവർ തിരിച്ചു പോകണം. വിശ്വാസപരമായും കർമ്മപരമായും അവരൊക്കെ വളരെ വളരെ ഉഷാറായിരിക്കണം. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറേയൊന്നും പറയണ്ട, കുറച്ച്. ഈ ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടുകയാണ്. എന്തിനാണ് ആ ബദരീങ്ങൾ നിലകൊണ്ടത്? ആദർശം മറന്നിട്ട് ബദരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം. എന്തൊരു ദുരന്തമാണ്! ബദരീങ്ങളുടെ പേരിൽ അറവ് നടക്കുകയാണ്. അതിനോ എത്ര ചെമ്പ് ബിരിയാണി വെച്ചെന്ന് കണക്കെടുത്ത് അഭിമാനം കൊള്ളുകയാണ്. വാസ്തവത്തിൽ അള്ളാന്റെ പേരിൽ മാത്രമേ അറവ് നടക്കാൻ പാടുള്ളൂ. അത് ഇസ്ലാമിന്റെ തൗഹീദാണ്. അറവ് നടത്തൽ റബ്ബിന്റെ പേരിൽ മാത്രം. ഖുലിന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി, പറയുക പ്രവാചകരെ, എന്റെ നമസ്കാരം, എന്റെ വഴിപാടുകൾ, എന്റെ അറവ്, മറ്റുള്ളതൊക്കെ എന്റെ റബ്ബിന് മാത്രം. ഫസ്വല്ലി റബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, റബ്ബിന് വേണ്ടി മാത്രം ബലിയറവ് നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ റസൂൽ തിരുമേനി പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹ് അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയാൽ അവനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. എന്നിട്ട് ഇന്നെന്താ ചെയ്യണേ? എന്തിനു വേണ്ടിയാണ്? അപ്പൊ ബദരീങ്ങളെ പേരിൽ അറവ് നടത്തലും അവരുടെ പേരിൽ ആണ്ട് കൊണ്ടാടലും ഇത് നബി ചെയ്തിട്ടുണ്ടോ? സഹാബികൾ ചെയ്തിട്ടുണ്ടോ? താബികൾ ചെയ്തിട്ടുണ്ടോ? ഉത്തമ സമൂഹത്തിലുണ്ടോ? ഇതൊന്നുമില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ടുവരാൻ. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിലൊരു അധ്യായം പറയുന്നുണ്ട്. എന്തെന്നറിയോ? അല്ലാഹ് അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുക എന്നുള്ളൊരു വിഷയം അത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ. അതിലൊരു സംഭവം കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മുമ്പുള്ള ഒരു സമൂഹത്തെ പറ്റി പറയാണ്. എന്താ നബി പറഞ്ഞത്? ഒരു മനുഷ്യൻ ദഖല അൽ ജന്നത റജുലുൻ ഫീ ദുബാബ്, ഒരു ഈച്ചന്റെ വിഷയത്തിൽ ഒരു മനുഷ്യൻ സ്വർഗത്ത് കയറി, മറ്റൊരു വിഷയം ഒരു ഈച്ചയുടെ വിഷയത്തിൽ നരകത്ത് കയറി. ഈച്ചന്റെ വിഷയത്തിൽ. അപ്പൊ സഹാബികൾ ചോദിച്ചു, അതെന്താ? അപ്പൊ പറയാണ്, രണ്ടാൾക്കാർ ഒരു ജനതയുടെ അടുത്ത് പോവാണ്. അവിടെ ഒരു വിഗ്രഹം ഉണ്ട് ആ ജനങ്ങൾക്ക്. അപ്പൊ പോണവരൊക്കെ എന്തെങ്കിലും ബലിയറവ് നടത്തണം ആ വിഗ്രഹത്തിന്. അപ്പൊ ഒരാള് പറഞ്ഞു, എൻ്റെ അടുത്ത് ബലിയർക്കൊന്നുമില്ല, എന്നുവെച്ചൊരു ഈച്ചനെങ്കിലും ഇറക്കണം എന്നാണ്. ആയിക്കോട്ടെ അറിഞ്ഞ് ഈച്ചനെ ഇറക്കാം. അയാൾ വെറുതെ വിട്ടു. രണ്ടാമത്തെ ആള് വന്നു, എന്തേലും ബലിയർക്കണം. ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ ബലിയറവ് നടത്തലുള്ളൂ.
ഒരു ഈച്ചയില്ല, ഒന്നും അറിയില്ല. അയാളെ ഇവർ കൊന്നു, അതുവഴി അയാൾ സ്വർഗത്ത് പോയി. ഇന്നിവിടെ നിങ്ങൾ നോക്ക്, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നു, അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഉമ്മത്ത്. പേരിന് മുസ്ലിങ്ങളാകുന്നു, ബദരീങ്ങളെപ്പറ്റി അഭിമാനിച്ച് വിളിച്ചു പറയുന്നു. എന്തിനു വേണ്ടിയാണോ ബദരീങ്ങൾ ജീവിച്ചത് അവരുടെ ആദർശം മറക്കുകയും ആ ബദറിൽ തന്നെ ബദരീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ആ ബദരീങ്ങളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുരന്തത്തിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിപ്പെട്ടു. അപ്പോൾ എത്ര നമ്മളിങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആൾക്കാർ എത്ര പറഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും ശരി, നമുക്കൊക്കെ ഓരോ ബാധ്യതകളുണ്ട്. ഇസ്ലാമിൻ്റെ ശുദ്ധമായ ആ ലൈനിലേക്ക് ആൾക്കാർക്ക് ദഅവത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രതിസന്ധി, ഈ പ്രതിസന്ധി എന്നൊക്കെ പറയാം. പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ വളരെ കുറവാണെങ്കിലും അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അള്ളാഹിന്റെ സഹായം ഇങ്ങനെ കിട്ടും. ഇനിയിപ്പം യുദ്ധഭീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മുസ്ലിങ്ങളൊക്കെ. ആ യുദ്ധം കുറച്ചാണ് വന്നാലോ എല്ലായിടത്തും ബാധിക്കും, ഇവിടെയൊക്കെ തന്നെ ബാധിക്കും. ഇപ്പം തന്നെ എയർപോർട്ടുകളൊക്കെ കാലിയായി കിടക്കണ ഇങ്ങനെ കണ്ടപ്പോൾ അത് ആദ്യം ബാധിക്കുന്ന കേരളത്തായിരിക്കും. പണ്ട് കേരളത്തിൽ ജീവിച്ച കാലല്ലേ, അതിലേക്ക് എടുത്തു, അതിനേക്കാൾ അപ്പുറവും. കാരണം ഇന്ന് പാടങ്ങളൊക്കെ നികത്തി അന്ന് പാടം കൃഷി ചെയ്യാനും നെല്ലുണ്ടാക്കാനും മറ്റൊക്കെ ഒരുങ്ങിയിരുന്നു. അതും കൂടി ഇല്ലാതെയാവും ഈ യുദ്ധങ്ങൾ നീണ്ടു കഴിഞ്ഞാൽ. അത്ര അപകടത്തിലേക്ക് വരിക. അപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം, നന്നായി ജീവിക്കണം. എല്ലാ ഫിത്തനകളിലും രക്ഷ കിട്ടാനും നിർഭയത്വം കിട്ടാനും വേണ്ടി എല്ലാ യുദ്ധങ്ങളും അവസാനിക്കാനും സമാധാനത്തിനു വേണ്ടിയൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുക. കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കുക. അവന്റെ മുമ്പിൽ മാത്രം ജീവിതം സമർപ്പിക്കുക. അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. അപ്പൊ തൗഹീദും ഇഖ്ലാസും മറ്റുള്ള കാര്യങ്ങളും അവൻ ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കലും ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ്. ചില വിഷയങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ ഇന്നിപ്പോൾ 16 അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച 23. അതിൻ്റെ അടുത്ത് നമ്മൾ അവസാന 10 പ്രവേശിക്കുന്നുള്ളത് കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദറും അവസാനത്തെ 10 അതിൻ്റെ പ്രത്യേകതയൊക്കെ. കാരണം ഒരിക്കലും ഇതൊന്നും നഷ്ടപ്പെടരുത്. അപ്പം അതിൻ്റെ പൗരുഷൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ഖുർആൻ നമ്മൾ ഇറക്കിയ ഖദറിന്റെ രാത്രിയിലാണ്. എന്നിട്ട് പറയാം, ആ രാത്രി അത് റമദാനിലെ അവസാനത്തെ 10 അത് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അപ്പൊ അത്ര പ്രധാനപ്പെട്ട 1000 മാസം 83 കൊല്ലത്തേക്കാൾ ഗുണകരം. അപ്പൊ അന്ന് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം 83 വർഷം ചെയ്യുന്നതിനേക്കാൾ ഗുണകരം. ഇത്ര വലിയ മഹത്വം ഉണ്ടായിട്ടും അത് മനുഷ്യന്മാർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, അവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫീഹി ലൈലത്തുൻ, ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്, അത് ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, അതിലെ ഖൈർ നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടത് തന്നെ. അപ്പൊ നമ്മൾ ഈ അവസാനത്തെ 10 റമദാന തുടക്കത്തിലൊക്കെ ചില തറാവിയും മറ്റുമൊക്കെ അവസാനമാകുമ്പോൾ ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്ത ആൾക്കാർ അവസാനമാകുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യണത്. അപ്പൊ എന്തൊരു ഖൈറാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അവസാനത്തെ 10 വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണഗതി തന്നെ ഇശാ ജമാഅത്തിന് പങ്കെടുത്ത രാത്രി പകുതി സ്കരിച്ച കൂലി എന്നാ പറഞ്ഞത് സാധാ ദിവസങ്ങളിൽ. സുബഹി ജമാഅത്തിന് പങ്കെടുത്ത രാത്രി മുഴുവൻ നിസ്കരിച്ച പോലെ എന്നാ പറഞ്ഞു. പിന്നെ തറാവി ഇമാമ് സലാം പൊട്ടുന്നത് വരെ നിസ്കരിച്ച രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി. അപ്പൊ നമ്മൾ ഈ റമദാനിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും 2:30 രാത്രി നിസ്കരിച്ച കൂലിയെ കിട്ടണേ. ഇത് അന്ന് ഇശാന് പങ്കെടുത്താൽ രാത്രി പകുതി നിസ്കരിച്ച കൂലി റസൂല് പറഞ്ഞു. അത് ഏത് സാധാ ദിവസമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ സുബഹിക്ക് പങ്കെടുത്ത രാത്രി മുഴുവൻ നിസ്കരിച്ച പോലെ. പിന്നെ അതാണ് തറാവീന്റെ വിഷയത്തിൽ വന്നപ്പോൾ ഇമാമിന്റെ കൂടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി അവിടെ. അപ്പൊ റമദാൻ 2:30 ദിവസം നിസ്കരിച്ച കൂലിയാണ് ഇതുവഴി കിട്ടുന്നത്. ഇതിപ്പോ ലൈലത്തുൽ ഖദറിൽ അന്ന് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അന്ന് ലൈലത്തുൽ ഖദർ യാദൃശികമായ ഒത്ത ദിവസമാണെങ്കിൽ
അത് കൂട്ടിയൊക്കെയുണ്ട്. 83 കൊല്ലവും ഈ നന്മയൊന്ന് കൂട്ടിയൊക്കെയായി എത്ര ഉണ്ടാവും? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങാടികളിൽ പോയിട്ടും ഉറങ്ങിയിട്ടും തീർക്കണത്. പൂർവികരൊക്കെ എന്ത് ചെയ്യും? പള്ളിയിലിരിക്കൊന്നുമില്ല, രാത്രി ഹയാത്താക്കുക എന്നറിയും, പള്ളിയിലിരിക്കും. നമുക്ക് അവസാനത്തെ 10 മുഴുവനും കഴിയുന്നവർക്ക് ഇത്തിക്കാഫ് ഇരിക്കാം. ആ 20ന്റെ മഗ്‌രിബോടുകൂടി പള്ളി പിന്നെ ശവ്വാലിന്റെ മാസം കാണുന്നത് വരെയാണ് കഴിയുക. അതെന്താ ഇത്തിക്കാഫ്? പിന്നെ വേറൊന്നുമില്ല, അവിടെ ഒന്ന് പള്ളിയിൽ സംസാരിക്കാനും മറ്റൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ ഓതുക, ദിക്റുകൾ, ദുആകൾ, നല്ല കാര്യം, അങ്ങനെ റബ്ബുമായി കൂടുതൽ അടുക്കാനുള്ള നല്ലൊരു അവസരമാണ്. ഇനി അത് മുഴുവനും കഴിയില്ലെങ്കിലോ? രാത്രി മാത്രമേ പറ്റുമെങ്കിൽ അങ്ങനെ എത്തിക്കാൻ രാത്രി മാത്രം ഇത്തിക്കാഫിന് പോകും. അപ്പൊ അടുത്ത നിസ്കാരം മറ്റൊക്കെ ഈ പള്ളി തന്നെ കൂടും. അല്ല, ഇത്ര സമയം എന്നൊക്കെ നമുക്ക് വെക്കാം. ഏതായാലും അന്ന് നമ്മളൊരു ഉറങ്ങി തീർക്കുന്ന ദിവസമാവരുത്, വേണ്ടാത്ത കാര്യങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വേണം, അത്ര പ്രധാനപ്പെട്ടതാണ്. അതൊന്നും പിന്നെ അടുത്ത കൊല്ലം കിട്ടിക്കൊള്ളുന്നല്ല. ഒരു കൊല്ലം കിട്ടിയാൽ തന്നെ എത്ര വലിയ ഹൈറാണ് ലൈലത്തുൽ ഖദർ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ തൊട്ട് മുമ്പ് നമുക്ക് ഹയാത്തുണ്ടെങ്കിൽ വരാനുള്ള കാര്യമാണുള്ളത്. അതുപോലെ നന്മകളൊക്കെ ചെയ്യാൻ, വേറെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക, എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം സമയങ്ങളിലൊക്കെ റമദാനൊക്കെ തന്നെ സൽക്കർമ്മങ്ങളുടെ വസന്തമാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഈ രൂപത്തിൽ നമുക്കിതിനെ നല്ല നിലയ്ക്ക് നേരിടാനുള്ള, നല്ല നിലയ്ക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയൊക്കെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾ നടത്തുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ റമദാനിലും പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുക എന്നുള്ള ഈദ് കിസ്വ എന്നുള്ള പേരിൽ. അപ്പോൾ അടുത്ത മാസം അതിനൊന്ന് പൈസ കൊണ്ട് 1300 കഴിയുന്നവരെ അങ്ങനെ, അതിന് കുറവ് കൊടുക്കുന്നവരെ അങ്ങനെ. ഏതായാലും ശരി, അതൊന്ന് സഹകരിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അവരെ സന്തോഷിപ്പിക്കുന്നതും റമദാനിലുള്ള സൽക്കർമ്മമായിട്ടൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതായാലും കഴിയുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നേറുക. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.